ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം വൈകിയാൽ കുറ്റവാളികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. SIT കുറ്റപത്രം നൽകാൻ വൈകുന്നതിൽ കോടതി ഇടപെടുന്നില്ല, കോടതിയുമായി ഏറ്റുമുട്ടാനില്ല എന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതി ഇത്ര ദിവസത്തിനകം ചാർജ് ഷീറ്റ് തരാൻ ആവശ്യപ്പെടുകയെങ്കിലും ചെയ്യണം. അതും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്വർണം കക്കാൻ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക് തെളിവ് വായിക്കാനും വിദഗ്ധന്മാരായിരിക്കും. ഗവൺമെൻറ്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെൻറ് അഭിപ്രായം. അങ്ങനെ ഫ്രീഡം ഗവൺമെൻറ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം. പക്ഷെ തീരുമാനം എടുക്കാനുള്ള അവകാശം ഗവൺമെൻറ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, കോടതിയായിട്ട് ഏറ്റുമുട്ടാൻ സർക്കാരില്ല. സമീർ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എന്താണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ കോടതിയുടെ ഇടപെടൽ അതിര് കവിയുന്നു എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ദേവസ്വം മന്ത്രിയുടെ വാക്കുകളിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിക്കൊണ്ട് അത് പൂർണ്ണമായും സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ്. SITയുടെ അന്വേഷണം ഇപ്പോൾ എങ്ങും എത്തുന്നില്ല. അത് ഈ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞാൽ പോലും അതിന്റെ അന്വേഷണത്തിന്റെ പൂർത്തീകരിക്കാനോ അതുപോലെ പ്രതികൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ചാർജ് ഷീറ്റ് നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ്, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ കോടതിയുടെ ഇടപെടൽ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാരിന് സ്വതന്ത്രമായിക്കൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, അവകാശങ്ങളുണ്ട്. പക്ഷേ അത്തരത്തിലെ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അതിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സർക്കാരിന് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം, സ്വർണ്ണക്കൊള്ളയിൽ കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം. ആ ഒരു കാര്യമാണ് സർക്കാരിനുള്ളത്. അതിന് കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പിന്തുണ ലഭ്യമാകേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ദേവസ്വം ബോർഡുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ടും സർക്കാരിന് നടപടികൾ സ്വീകരിക്കാൻ, അതുപോലെ ആരൊക്കെ നിയമിക്കണം, എങ്ങനെയൊക്കെ നിയമിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും സർക്കാരിന് ഉണ്ടാകണം എന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ തന്നെ കോടതിയുമായി ഒരു ഏറ്റുമുട്ടലിനില്ല. ഏതെങ്കിലും വിധത്തിൽ സർക്കാരിന് വീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വിഷയത്തിൽ കോടതിക്ക് ഇടപെടാം, സർക്കാർ അത് തിരുത്തുകയും ചെയ്യും. അതിൽ കവിഞ്ഞ് കോടതിയുടെ ഈ ഇടപെടൽ അത് ശരിയല്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്.